നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. രാജ്യത്തെ ഏറ്റവും പരിതാപകരമായ, ഏറ്റവും വിഷമ വൃത്തത്തിൽ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നല്ല ഒരു നേതൃത്വമില്ല, നല്ല ഒരു ഭരണ സംവിധാനമില്ല, നല്ല ഒരു സംഘടനാ സംവിധാനമില്ല, ഒന്നുമില്ല. ഭരണം കയ്യിലില്ലാത്തതുകൊണ്ട് പണവുമില്ല. കോൺഗ്രസിലേക്ക് കേരളത്തിൽ നിന്നടക്കം ധാരാളം പ്രമുഖരായ സ്ത്രീ നേതാക്കൾ കടന്നു വന്നിരുന്നു ഒരു കാലത്ത്. അത് KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലൊക്കെ തന്നെ നിരവധി സ്ത്രീകൾ ഇതിനു മുൻപ് പ്രമുഖരായ വ്യക്തികൾ എത്തിയിരുന്നു. ഇതിൽ പലരെയും ഇപ്പോൾ കാണാനില്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രമുഖയായ ഒരു നേതാവാണ് സാവിത്രി ലക്ഷ്മണൻ. തുടർന്ന് മാലേത്ത് സരളാദേവി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. സ്ത്രീ ജനങ്ങൾ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ മടിക്കുന്നോ എന്ന ചോദ്യം ഉയരുന്നതിനിടെ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്, പേര് പപ്പു യാദവ്, യഥാർത്ഥ പേര് രാജേഷ് രഞ്ജൻ എന്നാണ്. ഇദ്ദേഹം ബീഹാറിലെ ഒരു MP ആണ്. ഇദ്ദേഹം പറയുന്നത് കിടപ്പറയിലൂടെയാണ് 90% സ്ത്രീകളും കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അതായത് കോൺഗ്രസ് പുരുഷ നേതാക്കളുടെ കിടപ്പറ പങ്കിട്ടിട്ടാണ് സ്ഥാനമാനങ്ങളിലേക്ക് സ്ത്രീ കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേരുന്നത് എന്നാണ് പപ്പു യാദവ് പറയുന്നത്. നമ്മൾ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീ നേതാക്കളെ മോശക്കാരാക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ ഇയാൾ ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അവർ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ അല്പമെങ്കിലും പ്രതികരിച്ചത്. കോൺഗ്രസ് ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടന്ന ഒരു നേതാവാണ് ഈ രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീക്ഷണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായം കോൺഗ്രസ് ഒന്ന് ചർച്ച ചെയ്യണം. രാഷ്ട്രീയം എന്നാൽ സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു രംഗമായി മാറുന്നുണ്ടോ? പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയം. കോൺഗ്രസിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല സ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ പല പുരുഷ നേതാക്കൾക്കെതിരെയും ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. കേരളത്തിലടക്കം. ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് പറഞ്ഞ് അവരെ അപമാനിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതുമാണ്. അപ്പം കോൺഗ്രസിൽ KPCC ഓഫീസിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമോ സ്ത്രീകൾ പുരുഷന്മാർക്ക് പായ് വിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ഒരു പരസ്യമായ രഹസ്യമായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഉറപ്പൊന്നുമില്ല. അതിനെ സാധൂകരിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ പപ്പു യാദവ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് നീചമാണോ? രാഷ്ട്രീയം എന്നാൽ ഇതുപോലെ ഉടുതുണി അഴിക്കൽ, സ്ത്രീകളുടെ ഉടുതുണി അഴിക്കലാണോ? സ്ത്രീകളുടെ മാനത്തിന് വില പറയലാണോ? ഇത് രണ്ടുപേരെയും, പുരുഷ നേതാക്കളെയും സ്ത്രീ നേതാക്കളെയും ഒരുപോലെ വിമർശിക്കേണ്ട ഒരു വിഷയമാണ്. പുരുഷന്മാർ ഇതിന് തയ്യാറാകുന്നു അല്ലെങ്കിൽ ഇതിനുവേണ്ടി രംഗത്തിറങ്ങുന്നു, സ്ത്രീകൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു എന്ന ആരോപണമാണ് ഇവിടെ ഉയരുന്നത്. ഇത് രാജ്യത്ത് പുതിയൊരു തലത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. പപ്പു യാദവ് വെറുതെ പൊട്ടത്തരം പറയുന്ന ആളുമാണ്. അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പറയുന്ന ആളുമാണ്. അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് എന്നറിയില്ല. 90% സ്ത്രീകളും പുരുഷ നേതാക്കളുടെ കിടപ്പറ പങ്കിട്ടിട്ടാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വരുന്നത് എന്ന് ഒരു നേതാവ് പറയുമ്പോൾ, ഇദ്ദേഹം പണ്ട് RJD ആയിരുന്നു, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നിന്നിട്ടുണ്ട് ഈ പപ്പു യാദവ്. എന്തൊക്കെയായാലും ശരി, ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ.